ഇതെല്ലാം കണ്ടിട്ട് വന്നിട്ട് പേടിക്കാള്. അയ്യേ കുടുംബം പേടിച്ച് കാണും. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിലങ്ങുന്ന് കാണാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ബൈക്കുമ്പോൾ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ദൂരെ യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേഷൻ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം മുതുവറ ഭാഗത്താണ്. അപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 7 മാസം മുന്നേ പോയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണത്. മാൽസേ, നമ്മളിപ്പോൾ എങ്ങോട്ടാ വന്നിരിക്കുന്നേ? ഓക്കെ, തക്കുടുമ്പം കയറണോക്കെ. ആ മാൾസ് കയറ്. ധൈര്യം ഉണ്ടോ കയറാൻ? ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മാൾസിന് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷെ തക്കുടിന് അത്ര പേടിയില്ല കേട്ടോ. ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും സെൽഫി എടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളായിട്ട് അത് കുറച്ചില്ല, നമ്മളും കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന്. ഇവിടെ കുറേ പുതിയ റൈഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലാഭമില്ലാത്ത പറഞ്ഞുകൊണ്ടാകുന്നുണ്ട് എല്ലാം ഒരു പൊളിച്ച് കളഞ്ഞു കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ വല കെട്ടിയിട്ട് നിറച്ച് ബോളൊക്കെ ഇട്ടിട്ട് അതിനുള്ളിൽ ഇറങ്ങുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല കേട്ടോ. അടുത്തത് എൻ്റെ ഊഴായിരുന്നു കേട്ടോ. എനിക്കിത് ഫുള്ള് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഒരു വട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഞണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇന്നത്തെ പോലെ നമ്മൾ അന്ന് റോട്ടിൽ കൂടി ഒന്നല്ല കേട്ടോ വരിക. നമ്മൾ ഇതിൻ്റെ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുന്ന് ഫുള്ള് റൗണ്ട് ചുറ്റുന്നില്ല കേട്ടോ. ഒരു സൈഡിൽ കൂടെ മാത്രമാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ റോഡില്ലാത്ത ഭാഗത്തു കൂടിയാണ് നമ്മൾ കയറുക. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ കുന്നിങ്ങനെ കയറണം മുകളിലോട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ കയറാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് മരങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതുപോലെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ചെടികളും കുറ്റിച്ചെടികളും അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറ്റിച്ചെടികളൊക്കെ പിടിച്ചിട്ടാണ് മുകളിലോട്ട് കയറുക. ചില സമയത്ത് ഭയങ്കര കുത്തനുള്ള കയറ്റമൊക്കെ ആയിരിക്കും. എന്നാലും നമ്മളതിങ്ങനെ എങ്ങനെയൊക്കെയോ കയറിയിട്ട് മുകളിലെടുത്തു. അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോഴത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ജാതി വൈബ് തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ കുട്ടിക്കാലം എന്ന് പറയണത്. പേടിക്കേണ്ട ചക്ക, എന്തിനാ പേടിക്കണേ? വാ അങ്ങട്. മാള് കരഞ്ഞിട്ട് നടക്കുവാ തക്കിടുവാനെ. മനസ്സിന് പേടിയില്ല? പേടിയില്ല? അയ്യേ, തക്കുടുമ്പം പേടിച്ചിട്ട് പോയി കണ്ടിരിക്കുന്നത്. തക്കുട് കണ്ണടച്ചിട്ട് വാടാ. ഇതെല്ലാം കണ്ടിട്ട് വന്നിട്ട് പേടിക്കാള്. കല്ലൊക്കെ അയ്യേ. പേടിച്ച് ഇത് കണ്ടിട്ടല്ല തക്കുട് പേടിച്ച്. അയ്യേ, തക്കുടുമ്പം പേടിച്ച്. ബാ
അപ്പോൾ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുടുംബശ്രീകാരൻ നടത്തുന്ന ഒരു കടയാണ്, ചായയും പലഹാരങ്ങൾ കൊടുക്കുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ആൻറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ആയി നോക്ക് അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കുഞ്ചക്കോപ്പൻ്റെ പട എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിൽ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കരഞ്ഞു തക്കുടു. പ്ലീസ് ഞാൻ ശോഭയ്ക്ക് എനിക്കും എന്താടാ നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് മടുത്തേ, ഞാൻ വീട്ടിലിരിക്കില്ല. നിധി മാമനോട് പറയണേ, എവിടെ നിധി? നിധി വാടാ, എന്താടാ? ആ പ്ലീസ് വാടാ. അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ശോഭയിലേക്ക് പോയിട്ട്, അപ്പോൾ അവൻ വന്നില്ല കേട്ടോ. നിധി തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാ. പേടിക്കണ്ട കേട്ടാ. പേടിച്ചാ മനസ്സ് പേടിച്ചാ? അതെ ചേട്ടാ, വേണ്ടിയില്ലേ? അങ്ങനെ ഞങ്ങൾ ചുമ്മാ തേരാ പരാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടന്നു കേട്ടാ. വാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ചെറുതായിട്ട് പനി വരണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മളൂസ് ആകെ ഡൗണായി. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായിട്ടോ. വീട്ടിലെത്തിയ വഴിക്ക് തന്നെ മോള് കിടന്നു കേട്ടോ, തളർന്നു. എനിക്ക് വേണ്ടത് മുട്ട ബജിയാ. മുട്ട ഉണ്ടാവും. എവിടേക്കാ? രസമുണ്ടോ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.